നമസ്കാരം. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ പ്രകൃതിദത്ത അഴിമുഖവും തുറമുഖവുമാണ്. അതുപോലെ തന്നെ യന്ത്രവൽകൃത മത്സ്യബന്ധനത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായ കേരളത്തിലെ ഹാർബറുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണിത്. ശക്തികുളങ്ങരയും നീണ്ടകരയും. ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് വന്നതിന് ശേഷം അതിൻ്റെ വളർച്ചയുടെ പരകോടിയിലെത്തിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഈ ബോട്ടുകൾ ചെറിയ എൻജിൻ വെച്ച് നോർവീജിയൻസ് കൊണ്ടുവന്ന് ഇവിടെ യന്ത്രവൽകൃത മത്സ്യബന്ധനം തുടങ്ങിയിട്ട് അരനൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ ബോട്ടുകളുടെ വലിപ്പം വലിയ ട്രോളറുകളായി. ഒരു ദിവസം ഫിഷിങ്ങിന് പോകുന്നതിന് പകരം ഒരാഴ്ചയും രണ്ടാഴ്ചയും ഒരു മാസവും കടലിൽ കിടന്ന് മത്സ്യബന്ധനം നടത്തുന്ന കൂറ്റൻ ട്രോളറുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇവരുടെ മത്സ്യബന്ധന രീതികൾ മാറി, വലകളുടെ രീതികൾ മാറി, ശൈലികൾ മാറി. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഹാർബറും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അനുബന്ധ വ്യവസായവും അതിൻ്റെ വിപണന കേന്ദ്രങ്ങളുമൊക്കെ വളരെ അശാസ്ത്രീയമായ തരത്തിൽ ഈ കാണുന്ന ഈ വളരെ മോശമായ രീതിയിൽ, അതായത് ഇതിന് കാലാനുസൃതമായ മാറ്റം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മത്സ്യബന്ധന മേഖലയിലും വിപണന മേഖലയിലും പുതിയ നിയമങ്ങൾ പാസ്സാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുവെങ്കിലും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയില്ല. ഇപ്പോൾ ഈ ഹാർബറിൽ ഏതാണ്ട് 100 കണക്കിന് ഫിഷിംഗ് ബോട്ടുകൾ വന്നടുക്കുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഒരു വ്യവസ്ഥയില്ല. അതിന് ഒരു ചിട്ടയോ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയില്ല. ഓവർ ഫിഷിങ്ങും അതുപോലെ തന്നെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുമാണ് ഈ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഈ ഫിഷ് ലാൻഡിങ് സെൻറ്ററുകൾ, ഈ വല പണി ചെയ്യുന്ന മേഖലകൾ, അതിനോട് അപ്പുറത്ത് കാണുന്ന ആ നിർമ്മിതി, അപ്പോൾ അതൊക്കെ നബാർഡിൻ്റെ ഫണ്ടോടുകൂടിയുള്ള നിർമ്മിതികളാണ്. ഇത് തന്നെ ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഉപ്പ് വെള്ളം ഉപയോഗിച്ച് നിർമ്മിച്ചു എന്ന് പറഞ്ഞ് പരാതി ഉണ്ടാകുകയും പിന്നെ വീണ്ടും പുതുക്കി പണിയുകയൊക്കെ ചെയ്തിട്ടുള്ള നിർമ്മിതികളാണ്. കഴിഞ്ഞ തവണ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഇത് ഒരു എയർപോർട്ടിൻ്റെയൊക്കെ മാതൃകയിൽ ഒരു ഫിഷ് ലാൻഡിങ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈവേയിലൂടെ വരുന്നവർക്ക് കയറി നല്ല മത്സ്യം വാങ്ങുവാനും ഈ തുറമുഖം അത്ര ഹൈജീനിക്കായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഭാവന ചെയ്തിരുന്നത്. പക്ഷേ എങ്ങുമെങ്ങും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങുമെങ്ങും എത്തിയില്ല. ഇപ്പോൾ ഇവിടെ കടലിൽ അപകടം ഉണ്ടാകുന്നവരെ പുനരധിവസിപ്പിക്കാനും അവരെ താമസിപ്പിക്കാനും ഒക്കെ ഉള്ളൊരു സംവിധാനമാണ് ഇവിടെ ഒരുങ്ങുന്നത്. ഇത്രയും തിരക്കേറിയ ഒരു ഹാർബറിൽ എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം? ഇതിന് വേറെ എവിടെയെങ്കിലും സ്ഥലം കണ്ടെത്തേണ്ടതല്ലേ? അപ്പോൾ അതുപോലെ പരസ്പര ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ഒട്ടും ചേരാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളും രീതികളുമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ മേഖലയോട് സ്വീകരിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ മത്സ്യ വിപണനം നടത്തുന്ന സമയം അല്ലെങ്കിൽ മത്സ്യബന്ധനം നടത്താൻ ബോട്ടുകൾ പോകേണ്ടുന്ന സമയം, ഇതിനെങ്ങും ഒരു വ്യവസ്ഥയും ഇല്ലാതായിരിക്കും. ആയിരക്കണക്കിന് അനുബന്ധ വ്യവസായികളും മത്സ്യത്തൊഴിലാളി ഈ മത്സ്യ വിപണനം നടത്തുന്ന സ്ത്രീകളും വരുന്ന ഹാർബറാണിത്. അവർക്ക് വാഷ്റൂമോ അങ്ങനെയുള്ള ശൗചാലയങ്ങളോ അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ വളരെ പരിമിതമാണ്. അത്തരം ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതൊക്കെ ഒരു കാലാനുസൃതമായ മാറ്റം. ഇപ്പോൾ ഈ കാണുന്ന വലിയ ഹൈവേ ആണ്. ഈ പോകുന്ന കഴക്കൂട്ടത്തേക്ക് പോകുന്ന വലിയ 2 പാലവും അതിനോടനുബന്ധിച്ച ഹൈവേയുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഹൈവേയും ആ വികസനവും ഒരു ഭാഗത്ത് വരുമ്പോൾ ഈ മേഖല 10-50 വർഷം പിന്നോട്ട് പോകുന്ന തരത്തിലാണ് ഇവിടുത്തെ ഫിഷ് ലാൻഡിങ് സെൻറ്ററും ഇവിടുത്തെ സംവിധാനങ്ങളും എല്ലാം കിടക്കുന്നത്. അപ്പോൾ ഇതിനൊരു മാറ്റം വേണം. ഇത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇതിന് ദ്രുതഗതിയിൽ ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഭാവനയും കാര്യങ്ങളും ഒക്കെ ചെയ്തെങ്കിലും എങ്ങും എത്താതെ അത് ആ പഴയ അവസ്ഥയിൽ തന്നെ വന്ന് അവസാനിക്കുകയായിരുന്നു.